ട്രെയിനിൽ വന്ന് വരുമ്പോൾ ഒരു അമ്മയെ പരിചയപ്പെട്ടു. 3 അമ്മമാരും ഒരച്ഛനും ഉണ്ടായിരുന്നു. കാഞ്ചന അമ്മ അല്ല, കനക, പേര് മറന്നുപോയി, സോറി. അവർ 84-ൽ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞതാണ്. 84-ൽ അല്ല അമ്മ, 84-ൽ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞു. സേലത്തുനിന്ന് വരുന്നതാണ്. അവർ തിരുവനന്തപുരം ഫുള്ള് കാണാൻ. അപ്പം ഞാൻ കുറേ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എഴുതി കൊടുത്തു. ഇവിടം വരെ സംസാരിച്ചു വന്നു. ആൾക്ക് എങ്ങും എത്താൻ പറ്റിയില്ല. എൻ്റെ അംബീഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നോട് പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് ரொம்ப പിടിക്കും ഫാഷൻ ഡിസൈനിങ്, എനിക്ക് എങ്ങുമേ എത്താനേ ആയില്ല. ഞാൻ സ്വന്തം ബ്ലൗസ് സ്റ്റിച്ച് പണ്ടേ എന്നൊക്കെ പറഞ്ഞ് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ് സൂപ്പറാ അമ്മ, സാരി ബ്ലൗസൊക്കെ സൂപ്പറാ. ഞാൻ പറഞ്ഞു സൂപ്പറായിട്ടുണ്ട്. പിന്നെ അവർ തിരുവനന്തപുരം, കൊല്ലം ഒക്കെ കണ്ടിട്ടേ പോവുള്ളൂ. അമ്മ, ഞാൻ സേഫ്റ്റിയായി എത്തിയിருக்கு. പോലീസ് കൺട്രോൾ റൂമിൻ്റെ സ്റ്റേ റൂം அங்கே நான் சேஃப்டியாக எத்தியிருக்கு. നാളെ നെക്സ്റ്റ് ഡേ എൻ്റെ ഫാഷൻ ഷോ നിയർ പാർത്താസിൻ്റെ ഓപ്പോസിറ്റ്, നിയർ പാർത്താസ്. വെൽക്കം എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. കണ്ടിപ്പാ വന്നിടുമാ. പിന്നെ തമിഴ് തെരിയില്ല, പുരിയും, പറയാൻ തെരിയില്ല, തമിഴ് പുരിയും. എനിക്ക് ரொம்ப ഇഷ്ടപ്പെട്ടിരിക്കും നിങ്ങളെ, ரொம்ப ഇഷ്ടമായി. പിന്നെ ഒരു മാഷിനെ പരിചയപ്പെട്ടു. ഞാൻ ഒരുപാട് സംസാരിച്ചു. പിന്നെന്താ, ഞാൻ കയറി വരുമ്പോഴേ എനിക്കൊരാൾ എണീച്ച് തന്നു സീറ്റിൽ, മുകളിലത്തെ സീറ്റിൽ. ഞാൻ സുഖമായിട്ട് വന്ന് സുഖമായിട്ട് കിടന്നു. ഒറ്റ ഉറക്കം. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനൊന്നും കണ്ണു തുറന്നില്ല. രാവിലെ വട വാങ്ങിച്ച് കഴിച്ചു. ഉച്ച ആയതൊന്നും അറിഞ്ഞതേ ഇല്ല. 4:30 ആയപ്പോൾ കണ്ണു തുറന്നപ്പോഴാണ് അറിഞ്ഞു വിശക്കുന്നു. അങ്ങനെ 2 ചായ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു 2 ചായ. ചേട്ടൻ നോക്കുന്നു, 2 ചായ എവിടെ, ഒരാളല്ലേ ഉള്ളൂ,